പൂനെയിലെ ഒരു ലോ കോളേജിൽ നിന്നോ ഉജ്ജ്വലമായ ശബ്ദത്തിൽ സുപ്രീം കോടതി ജഡ്ജിയായിട്ടുള്ള ഉജ്ജൽ ഭുയാൻ്റെ ശബ്ദം ഉയർന്നിരിക്കുന്നു. മലയാളിയായിട്ടുള്ള അതുൽ ശ്രീധരൻ എന്നിട്ടുള്ള ജസ്റ്റിസ് അതുൽ ശ്രീധരന് വേണ്ടിയിട്ടുള്ള ശബ്ദമാണ്. അദ്ദേഹത്തിൻ്റെ അന്യായമായിട്ടുള്ള സ്ഥലം മാറ്റങ്ങൾക്കെതിരെയുള്ള ഉജ്ജ്വലമായിട്ടുള്ളൊരു ശബ്ദമാണ് ഉജ്ജൽ ഭുയാൻ. വളരെ ശക്തമായ ഭാഷയിൽ, വളരെ ചടുലമായ ഭാഷയിൽ ഉയർത്തിയിട്ടുള്ളത്. അതിൻ്റെ റിവർബറേഷൻസ് ഇങ്ങനെ നമ്മുടെ ജുഡീഷ്യൽ ലോകത്ത് ഇങ്ങനെ ഇപ്പോഴും അതിൻ്റെ തരംഗങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എങ്ങനെ അതിനോട് പ്രതികരിക്കുന്നു? സിആർ പറഞ്ഞോളൂ. യഥാർത്ഥത്തിൽ അതുൽ ശ്രീധർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്, ആ ജഡ്ജിനെ കൊളീജിയമാണ് സാധാരണ മാറ്റേണ്ടത്. നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി. ഇൻഡിപെൻഡൻറ്റ് എക്സിക്യൂട്ടീവിനും ലെജിസ്ലേച്ചറിനും നിന്നും സ്വതന്ത്രമായി രണ്ടുപേരെയും ക്രിട്ടിസൈസ് ചെയ്യാവുന്ന, രണ്ടുപേരെയും തിരുത്താവുന്ന ചെക്ക് ആൻഡ് ബാലൻസ് നമ്മൾ പറയും ഭരണഘടനയിൽ. ആ ചെക്ക് ആൻഡ് ബാലൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറിയാണ്. ജുഡീഷ്യറി അങ്ങനെ എല്ലാ കാലത്തും ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ജുഡീഷ്യറി ഇൻഡിപെൻഡൻ്റ് ആയി നിൽക്കുന്നിടത്തോളം ജനാധിപത്യം ശക്തമാണ്. ഇപ്പോഴും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ശക്തമായ നിലപാട് ജുഡീഷ്യറി എടുക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും കാര്യങ്ങൾ നമുക്കിപ്പോൾ ശബരിമലയിലെ കാര്യം നമുക്കറിയാമല്ലോ. ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ശബരിമലയിലെ ഈ സ്വർണ്ണക്കൊള്ള ഒരു മനുഷ്യൻ അറിയ പോലുമില്ല. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി പല കാലത്തും പല ജഡ്ജിമാരും ഇടപെട്ടിട്ടുണ്ട്. PIL പോലെയുള്ള സംഗതികൾ വന്നിട്ടുണ്ട്. അതിന് കാരണം അവർ നിയമിക്കുന്നത് കൊളീജിയമാണ് എന്നുള്ളതാണ്. കൊളീജിയത്തിനെ കുറിച്ച് നമുക്ക് പരാതിയുണ്ട്. കൊളീജിയത്തിൽ മറ്റേ സ്വന്തം ആളുകൾക്ക് നിയമിക്കുന്നു എന്നുള്ള പരാതിയുണ്ട്. അതിൽ ജാതിയുടെ പ്രശ്നം വരുന്നുണ്ട്, ലിംഗപരമായ പ്രശ്നം വരുന്നുണ്ട്. കൊളീജിയത്തെക്കുറിച്ചൊക്കെ നമുക്ക് വിമർശനമുണ്ട്. പക്ഷെ ഇപ്പോൾ കൊളീജിയമാണ് അതിൻ്റെ നിയന്ത്രിക്കുന്നത്. പക്ഷെ ആ കൊളീജിയത്തിൽ വലിയ തോതിൽ സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നു എന്നാണ് ഉജ്ജൽ ഭയാൻ്റെ ഇദ്ദേഹത്തിൻ്റെ ഈ ക്രിറ്റിസിസത്തിൻ്റെ ഏറ്റവും കാതൽ. അതൊരിക്കലും വരാൻ പാടില്ല. ഉദാഹരണത്തിന് ഈ അതുൽ ശ്രീധർ എന്ന് പറയുന്ന ജഡ്ജിയത്തിന് അദ്ദേഹത്തെ ഛത്തീസ്ഗഡ് ഇപ്പോൾ ഉള്ളത് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് കോടതിയിലേക്ക് മാറ്റാനാണ് തീരുമാനിച്ചത്. കൊളീജിയം തീരുമാനിച്ചത്. ആ തീരുമാനം പുറത്തു വരികയും ചെയ്തു. പെട്ടെന്ന് അദ്ദേഹത്തെ അലഹാബാദ് ഹൈക്കോടതിയിലേക്ക് മാറ്റുകയാണ്, തിരിച്ചു മാറ്റി. എന്നിട്ട് അതിൽ ഏറ്റവും പ്രധാനം അദ്ദേഹം കോട്ട് ചെയ്യുന്നത് ആ ഉത്തരവിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം ഇയാളെ മാറ്റിയെന്നാണ്. അപ്പോൾ പിന്നെ കൊളീജിയത്തിന് എന്താ അർത്ഥം? കൊളീജിയത്തിൻ്റെ തന്നെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ കേന്ദ്ര സർക്കാർ അതിൽ ഇടപെട്ടു. രാഷ്ട്രീയം, കേന്ദ്ര സർക്കാരുകൾ എന്ന് പറയുമ്പോൾ ലെജിസ്ലേച്ചറാണ്, എക്സിക്യൂട്ടീവാണ്. ഇത് രണ്ടും പൊളിറ്റിക്കലാണ്. രണ്ടുപേരും രാഷ്ട്രീയ പാർട്ടികൾ ഉള്ള സംഗതികളാണ്. അതുകൊണ്ട് അങ്ങനെ ഇടപെട്ടു. അത് വലിയ തെറ്റാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം അവിടെ കൊണ്ട് നിർത്തിയില്ല. ഇപ്പം ഈ ഇദ്ദേഹത്തിനുള്ള പ്രശ്നം എന്താ? ഈ അതുൽ ശ്രീധരൻ്റെ കുഴപ്പം എന്തായിരുന്നു? അദ്ദേഹം ഇന്ത്യയുടെ പട നയിച്ച സോഫിയ ഖുറേഷി എന്ന് പറയുന്ന ഓപ്പറേഷൻ സിന്ദൂറിലെ നായികയെ അതിനിശിതമായി വിമർശിച്ച ഒരു വർഗീയമായ പരാമർശത്തിലൂടെ, സ്ത്രീവിരുദ്ധമായ പരാമർശത്തിലൂടെ വിമർശിച്ച ഒരു മധ്യപ്രദേശ് മന്ത്രിയുണ്ട്, BJP. ആ മന്ത്രിയെ ഇദ്ദേഹം ശാസിച്ചു. അദ്ദേഹത്തിനെതിരെ കേസ്, കാരണം അത് വളരെ ശരിയാണ്. ഇന്ത്യൻ സൈന്യത്തിൽ നേതൃപരമായി പങ്കുവഹിച്ച ഒരു ലേഡി ഓഫീസറെ എതിരായി സോഫിയ ഖുറേഷി, കാരണം അവർ മതം വേറെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്, അവർ സ്ത്രീയാണ്. അപ്പോൾ അത് അത്രയും കൃത്യമായ ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ, ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഒരു നിലപാടെടുത്ത ആളാണ് അതുൽ ശ്രീധർ. മലയാളിയാണെന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ നിലപാട് അത്ര ക്ലിയറാണ്. ആ നിലപാടെടുത്ത ആൾ എന്തിനാ അലഹാബാദിലേക്ക് മാറ്റിയത്? അതിന് കാരണമുണ്ട്. ഛത്തീസ്ഗഡ് ചെറിയ കോടതിയാണ്. ഛത്തീസ്ഗഡിൽ കുറച്ച് ജഡ്ജിമാരേ ഉള്ളൂ. ഇദ്ദേഹം അവിടെ ചെന്നാൽ സീനിയോറിറ്റി അനുസരിച്ച് ഇദ്ദേഹം അവിടുത്തെ കൊളീജിയത്തിലുണ്ടാവും. അവിടുത്തെ അടുത്ത ജഡ്ജിമാരുടെ തീരുമാനവും മാറ്റങ്ങളും നിയമനങ്ങളും ഉള്ളത്. അലഹാബാദിൽ വന്നാൽ ഇയാളുടെ സീനിയോറിറ്റിയിൽ അവിടെ ഒരുപാട് ജഡ്ജിമാരുണ്ട്. ഇദ്ദേഹം കൊളീജിയത്തിൽ വരരുത് എന്ന കൃത്യമായ ദുരുദ്ദേശത്തോടെയാണ് ഇദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തത്. ഇതാണ് ഇതിലെ പ്രധാനം. അതിൽ ഉജ്ജൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ കൂടിയുണ്ട്. ഇത് മാത്രമല്ല, അദ്ദേഹം പറയുന്നത് രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഇതിൽ ഇടപെടുന്നതോടുകൂടി കൊളീജിയം എന്ന സങ്കല്പം തന്നെ തകർന്നടിയും. നമുക്ക് ഓർമ്മയുണ്ടാവും 4 ജഡ്ജിമാർ, സുപ്രീം കോടതി ജഡ്ജിമാർ പത്രസമ്മേളനം നടത്തിയിരുന്നു ഒരിക്കൽ. സിറ്റിംഗ് ജഡ്ജിമാർ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമാണ് സിറ്റിംഗ് ജഡ്ജിമാർ പത്രസമ്മേളനം തന്നെ നടത്താറില്ല. വല്ല സെമിനാറിലൊക്കെ പറയും. ഇവിടെയും ഉജ്ജൽ ഭയാൻ ഒരിക്കലും പിന്നെ ആരെയും പേര് പറഞ്ഞിട്ടില്ല, ഒരു പേരും പറഞ്ഞിട്ടില്ല. പക്ഷെ പേര് പറയാതെ തന്നെ സൂക്ഷ്മമായി പരിശോധിക്കുന്ന കാണുന്ന ആളുകൾക്ക് ഇത് ഉജ്ജൽ ഭയാൻ ആരെക്കുറിച്ചാണ് പറയുന്നത്
എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? അതുൽ ശ്രീധരനെ കുറിച്ച്, സോഫിയ ഖുറേഷി ഒക്കെ അതിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഇത് വലിയ തോതിലുള്ള അപകടം നമ്മുടെ ജുഡീഷ്യറിക്ക് ഉണ്ടാകും. കാരണം രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് ജുഡീഷ്യറിയിൽ ഇടപെടാൻ തുടങ്ങിയാൽ അത് ജുഡീഷ്യറിയുടെ മറ്റേ മാന്യതയെ അല്ലെങ്കിൽ അതിൻ്റെ സത്യസന്ധതയെ പറയും. അദ്ദേഹം അതിലും നിർത്തുന്നില്ല, ജഡ്ജിമാർക്കും ചില നിർദ്ദേശം കൊടുക്കുന്നുണ്ട് ആ പ്രസ്താവനയിൽ. ജഡ്ജിമാരോട് പറയുന്നത്, നിങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ടാവാം, എല്ലാവരും മനുഷ്യരാണ്, നിങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ടാവാം, പക്ഷേ നിങ്ങളുടെ മുമ്പിൽ വരുന്നൊരു കേസ് ആ മെറിറ്റിലല്ല നിങ്ങൾ കാണേണ്ടത്, അതിൻ്റെ യഥാർത്ഥമായ ലീഗൽ മെറിറ്റിൽ നിങ്ങൾ കാണണം എന്നാണ് പറയുന്നത്. മാത്രമല്ല, ഇപ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം, ഏതെങ്കിലും ഒരു ജഡ്ജിയുടെ ബെഞ്ചിൽ ചെന്നാൽ വിധി എന്താണെന്ന് നേരത്തെ തീരുമാനിക്കാൻ പറ്റും എന്ന രൂപത്തിലുള്ള സംഗതികൾ വന്നിട്ടുണ്ട്. ഈ ജഡ്ജിയുടെ ബെഞ്ചിലാണ് വെച്ചാൽ ഇത് ഗവൺമെന്റ് അനുകൂലം, ഈ ജഡ്ജിയുടെ ബെഞ്ചിലാണ് ചെന്ന് വെച്ചാൽ ഗവൺമെന്റിനെതിരെ, അല്ലെങ്കിൽ അതനുസരിച്ച് കേസ് പോസ്റ്റ് ചെയ്തു. അത്തരത്തിലുള്ള ഒരു തോന്നൽ സമൂഹത്തിൽ ഉണ്ടാകുന്നത് ഈ സംവിധാനത്തിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം പോകും. കാരണം ഭരണഘടന നിലനിന്നെങ്കിലല്ലേ ഞാനും നിങ്ങളും ഒക്കെ നിലനിൽക്കുള്ളൂ. കോടതിയും പാർലമെന്റും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ നിൽക്കുന്ന എങ്ങനെയാ? ഈ ഭരണഘടന എന്ന് പറഞ്ഞ ഒരു സാധനത്തിന്റെ പുറത്താ. അതിലെ ഏറ്റവും കോർ ഓഫ് ഭരണഘടനയെ നേരത്തെ ഈ പല കേസുകളിലും വിധിച്ചിട്ടുള്ളതാണ്. ഏറ്റവും അടിസ്ഥാന ഘടനയിൽപ്പെട്ട ഒരു സംഗതിയാണ്, ആരും ചോദ്യം ചെയ്യപ്പെടാത്തതാണ് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി. അതിലേക്ക് അതിൻ്റെ എല്ലാതും കളയുക. കാരണം ഇന്ന ജഡ്ജിയുടെ അടുത്ത് ചെന്നാൽ ഗവൺമെന്റ് അനുകൂലമായിരിക്കും, അല്ലെങ്കിൽ ഇന്ന പാർട്ടിക്ക് അനുകൂലമായിരിക്കും, ഇന്ന ജഡ്ജിയുടെ അടുത്ത് ചെന്നാൽ ഇന്ന പാർട്ടിക്ക് അനുകൂലമായിരിക്കും, എതിരായിരിക്കും എന്ന് തീരുമാനിക്കാമോ? ഇത് ജഡ്ജിമാരുടെ ഭാഗത്തുണ്ടാവേണ്ട ഒരു നിലപാടാണ്. ജഡ്ജിമാർ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. കാരണം ജഡ്ജിമാർ ഇൻഡിപെൻഡൻ്റ് ആയാലേ കോടതി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് ജനങ്ങൾക്ക് തോന്നും. വളരെ നിർണായകമായ ഒരു ഇടപെടലാണ് ഉജ്ജൽ ഭയാൻ നടത്തിയിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ വിഷയത്തോട് അദ്ദേഹം നീതി പുലർത്തി. അതാണ് സബ്ജക്റ്റ്, ലെക്ചറായിരുന്നു. ആ ലെക്ചർ സബ്ജക്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ആൻഡ് ഡെമോക്രാറ്റിക് ഗവേണൻസ് എന്നാണ്. അതാണ് അത് വളരെ അതിനോട് നീതി പുലർത്തുന്ന ഒരു പ്രഭാഷണമാണ് അദ്ദേഹം നടത്തിയത്. JV പണ്ഡിറ്റ് മെമ്മോറിയൽ ലെക്ചറായിരുന്നു. തീർച്ചയായിട്ടും ആ വിഷയത്തോട് ഒപ്പം കാലത്തെ ചേർത്ത് വെച്ച് ഏറ്റവും പുതിയ അനുഭവങ്ങളും ഉദാഹരണങ്ങളും നിരത്തിക്കൊണ്ട്, അതാണ് ഒരു പക്ഷേ ഒരു ടോക്കിൻ്റെ ഏറ്റവും നല്ല ശക്തി. അതാണ് ഏറ്റവും പുതിയ അനുഭവങ്ങൾ, ജനങ്ങൾക്ക് ബോധ്യമുള്ളത്, അതും അദ്ദേഹത്തിൻ്റെ അനുഭവത്തിലുള്ളത്, നേർക്കുനേരെ കണ്ടത്. അത് വല്ലാത്തൊരു സാക്ഷ്യപത്രമാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഇന്ത്യൻ ജുഡീഷ്യറിയെ കുറിച്ച് ആളുകൾക്ക് പഴി പറഞ്ഞു നടക്കാൻ ഇപ്പോഴും പഴുതുകളൊക്കെ ഉണ്ടെങ്കിലും ജുഡീഷ്യറി പലപ്പോഴും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. എങ്കിലും അതിന് മീതെയുള്ള വിശ്വാസമുണ്ട്. സമീപകാലത്ത് ഞാൻ കേരളത്തിൻ്റെ തെരുവുകളിൽ വ്യാപകമായി കേട്ട ഒരു ആശ്വാസത്തിൻ്റെ വാക്യമുണ്ട്. എന്താണെന്നറിയോ? ഇപ്പോഴും ഇന്ത്യയിലെ കോടതികൾ വിശ്വസനീയമാണ്. എന്താ കാര്യം എന്നറിയോ? BSF ബംഗാളിൽ നിന്ന് ഡൽഹിയിൽ പണിക്ക് പോയ ഒരു ഗർഭിണിയായ സ്ത്രീയെയും കുടുംബത്തെയും നാട് കടത്തി, ബംഗ്ലാദേശിൻ്റെ അതിർത്തി കടത്തി വിട്ടു. ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉത്തരവിട്ടു 48 മണിക്കൂറിനുള്ളിൽ അവരെവിടെയാണോ കൊണ്ടുവിട്ട് തിരിച്ചു കൊണ്ടുവരണമെന്ന്. ലോകത്തിൽ എവിടെ നടക്കും സാർ? അപ്പോൾ പറയാ, ആരാ BSF? കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ. അവരുടെ നയത്തിലും ഇതുണ്ട്. പ്രത്യേകിച്ച് ബംഗ്ലാദേശി പൗരന്മാരാണെങ്കിൽ ഒന്ന് സംശയിച്ചാൽ പോലും പിടിച്ചു കൊണ്ടുവരും. ഇന്ത്യൻ കോടതി ഉത്തരവിടുകയാണ്. ആര്? നരേന്ദ്രമോദി ഭരിക്കുമ്പോൾ കണ്ടെത്തി, അവർ കഷ്ടപ്പെട്ട് പോയി BSFകാർ കണ്ടെത്തി കൊണ്ടുവന്ന് കോടതിയിൽ ഹാജരാക്കി. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴും വിശ്വാസം അർപ്പിക്കാവുന്നത് നമ്മുടെ നീതിപീഠത്തിൽ തന്നെയാണെന്നാണ്, എല്ലാ വിഭാഗത്തിനും, എല്ലാ പൗരന്മാർക്കും. അങ്ങനെ ഒരു കാലത്ത് അതിൽ വെള്ളം ചേർക്കുന്ന, എനിക്ക് തോന്നുന്നു നരേന്ദ്രമോദി ഗവൺമെന്റിനോട് ആദരപൂർവ്വം നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. നരേന്ദ്രമോദി ഗവൺമെന്റിനെ കിട്ടിയ ഏറ്റവും ശക്തമായ വലിയ അപമാനകരമാണ് ആ പ്രസ്താവന. എന്താണ്? ഈ അതുൽ ശ്രീധരന്റെ സ്ഥലം മാറ്റം ഗവൺമെന്റിന്റെ താല്പര്യപ്രകാരമാണ് എന്ന് കൊളീജിയം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം അപമാനകരമാണ്. ഞാൻ പറയുന്ന അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ അംഗീകരിക്കുന്ന കൂട്ടത്തിലാണ് നമ്മൾ. അതേസമയത്ത് തീർച്ചയായിട്ടും വിമർശിക്കേണ്ടതിന് വിമർശിക്കാതിരിക്കുകയില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ഇനി അദ്ദേഹം എടുത്ത കേസൊന്നും എടുത്തു നോക്കൂ. അതുൽ ശ്രീധർ മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ ജഡ്ജിയായിട്ടിരിക്കുമ്പോൾ, സാക്ഷാൽ മധ്യപ്രദേശ് വലിയ ഭൂരിപക്ഷത്തോടെ BJP ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനം, അവിടുത്തെ ഏറ്റവും വമ്പനായ വലിയ സ്വാധീനമുള്ള മന്ത്രിയാണ് വിജയ് ഷാ, അല്ലേ? ആ മന്ത്രിക്കെതിരെ വിജയശില്പിയും കൂടെ ആണ്. ആ മന്ത്രിക്കെതിരെ രാജ്യത്തെ ഒരു പൗരനും പരാതിപ്പെടാൻ കാത്തു നിൽക്കാതെ തന്റെ പൗരബോധം വെച്ച് അദ്ദേഹം സ്വമേധയാ കേസെടുത്തു. എന്താ കാര്യം? ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ സമയം ഇന്ത്യ ലോകത്തിന്റെ മുമ്പിൽ അഭിമാനത്തോടെ തലയുയർത്തി നിന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന് ഈ ചിത്രമാണ്. ആ പത്രസമ്മേളനം നടത്തിയ 2 പെൺകുട്ടികളാണ്, 2 സ്ത്രീകളാണ്, സ്ത്രീ കമാൻഡോസ്. അവർ പറയുന്നത് എന്താ? ഓപ്പറേഷൻ സിന്ദൂർ എന്നാണുള്ള പേര്. ഇന്ത്യയുടെ തിലകക്കുറിയായ കാശ്മീരിനെ കളങ്കപ്പെടുത്താൻ പാകിസ്ഥാൻ വളർത്തിയ ഭീകരവാദികൾ വന്നപ്പോൾ അവരെ നേരിടാൻ ഞങ്ങൾ ഇതാ 2 പെൺകുട്ടികളെ അയച്ചിരിക്കുന്നു എന്നാ.
അതിൽ ഒരു മുസ്ലിം സ്ത്രീയും അതിൽ പെട്ടിരിക്കുന്നു. അത് പ്രതീകാത്മകമല്ലേ സർ? ശരിക്കും പറഞ്ഞാൽ നരേന്ദ്രമോദിയും രാജ്നാഥ് സിംഗും ഒക്കെ അല്ലേ അവരെ നിയമിച്ചത്? അവർക്കെതിരായിട്ട് വർഗീയ സ്റ്റേറ്റ്മെന്റ് നടത്താൻ ഇയാള് ആരാ ചുമതലപ്പെടുത്തിയത്? അതിനെതിരായിട്ട് പ്രസ്താവിക്കണമെന്ന് ഓരോ BJP-ക്കാരനും ആഗ്രഹിക്കുന്നുണ്ട്. അദ്ദേഹം ചെയ്തത് ശരിയായില്ല. ഇന്ത്യയുടെ അഭിമാനത്തെയാണ് ആ ചോദ്യം ചെയ്തത്. വല്ലാത്തൊരു ആ സന്ദർഭത്തിൽ ഒരു ഇന്ത്യൻ പൗരന്റെ ആത്മാഭിമാനമാണ് അതുൽ ശ്രീധർ എന്ന മലയാളി ഉയർത്തിപ്പിടിച്ചത്. അഭിമാനകരമാണ്, മലയാളികൾക്ക് പ്രത്യേകിച്ച് അഭിമാനിക്കാവുന്നതാണ്. അത്തരം ഒരു വിധി വിജയ് ഷാക്കെതിരെ കേസെടുക്കുന്നു, വിചാരണ നടത്തും. അന്യായമാണെങ്കിൽ, നിയമവിരുദ്ധമാണെങ്കിൽ ആ കേസ് തള്ളിക്കളയണമല്ലോ. ഉണ്ടായില്ല. ഇദ്ദേഹം പോകാവുന്ന എല്ലാ കേസിലും പോയി, എല്ലാ ഘട്ടത്തിലും പോയി നോക്കി, ഇടപെടാവുന്ന തരത്തിലൊക്കെ ഇടപെട്ട് നോക്കി. പക്ഷെ രക്ഷപ്പെട്ടില്ലല്ലോ വിജയ് ഷാ. ആ കേസ് ഗൗരവമായിട്ട് എടുത്തു കോടതി. അപ്പോ അങ്ങനെ ഒരു നടപടി എടുത്തു എന്ന കുറ്റത്തിന് അദ്ദേഹത്തെ ഈ ഗവൺമെന്റ് അദ്ദേഹത്തിനെതിരായി അദ്ദേഹത്തിന്റെ ട്രാൻസ്ഫറിൽ ഇടപെട്ടു, അദ്ദേഹത്തിന്റെ സീനിയോറിറ്റി തകർക്കാൻ ഇടപെട്ടു, അദ്ദേഹത്തെ കൊളീജിയത്തിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുന്നത് മറ്റാരെക്കാളും അപമാനകരമായി കാണേണ്ടത് കേന്ദ്ര ഗവൺമെന്റ്. തീർച്ചയായിട്ടും. അല്ല, പക്ഷെ അവരുടെ കേന്ദ്ര ഗവൺമെന്റ് അങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അവർ വിജയ് ഒരു തരത്തിൽ പിന്താങ്ങുന്നു എന്ന് പോലും അതിന് അർത്ഥം എന്നാണ് അതിന്റെ അർത്ഥം. അതപ്പോ അത്തരത്തിലൊരു വലിയ താല്പര്യ വൈരുദ്ധ്യം അതിനകത്തുണ്ട്. അവര് തന്നെ നിയമിച്ച ആൾക്കെതിരെ അവര് തന്നെ പ്രസ്താവന ഇറക്കി. അപ്പോ ഒരു വർഗീയ, ഞാൻ ഇതിൽ ഓർക്കുന്നത് ഒരു അത്തരത്തിലൊരു വർഗീയത വളർത്താനാണല്ലോ അങ്ങനെ ഒരു സാധനം ഇറക്കിയത്. മന്ത്രി അങ്ങനെ ചെയ്യുന്നത് എന്തിനാ? വർഗീയ വിഭജനമാണ്. അപ്പൊ ഇവിടെയുള്ള ഒരു പ്രധാന പ്രശ്നം, ഇപ്പൊ നമ്മൾ ജസ്റ്റിസ് ലോധയുടെ മരണവുമായി ബന്ധപ്പെട്ട് അതിലാണല്ലോ മറ്റേ ജഡ്ജിമാര് പത്രസമ്മേളനമൊക്കെ നടത്തി. ഒരു ജഡ്ജിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അമിത്ഷായും ഒക്കെ ബന്ധപ്പെട്ട കേസൊക്കെ. അപ്പൊ ആ കേസിൽ പോലും കാണിക്കാത്ത താല്പര്യം എന്തിനാ കേന്ദ്ര ഗവൺമെന്റ് ഇതിൽ കാണിച്ചത്? ഈ കേസിൽ കാണിക്കേണ്ട കാര്യം എന്താ? അവിടെ ഒരുപക്ഷെ അമിത്ഷാക്ക് പ്രശ്നമുണ്ട് എന്ന് വേണ്ടി ചെയ്താ, ഇത് അതുപോലും ഇല്ല. മാത്രമല്ല, പാകിസ്ഥാൻ ഭീകരവാദികൾക്കെതിരെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ നായകസ്ഥാനത്ത് 2 സ്ത്രീകളെ ഇരുത്തി എന്നത് അവരുടെ മെറിറ്റ് കൊണ്ടും യോഗ്യത കൊണ്ടും മാത്രമല്ല, ഏറ്റവും ശക്തമായ ടാക്ടിക്സ് ആണ്. ഒന്ന്, എല്ലാ ഇസ്ലാമിക തീവ്രവാദികളും സ്ത്രീകൾക്കെതിരാണ്, സ്ത്രീ വിരുദ്ധരാണ്. അവിടെയാണ് ഒരു മുസ്ലിം സ്ത്രീ ഉൾപ്പെടെയുള്ള 2 സ്ത്രീകളെ നിർത്തിയിട്ട് ഇവരെ കൊണ്ട് അടിക്കൂടാ. അല്ലെങ്കിലും സ്ത്രീകൾ അങ്ങനെ ഒരു പൊസിഷനിൽ വരുന്നുള്ള രാജ്യത്തിന് അഭിമാനം. തീർച്ചയായിട്ടും. അപ്പൊ ആ ഒരു ടാക്ടിക്കലി, അതായത് എല്ലാ അർത്ഥത്തിലും സാംസ്കാരികമായും നയപരമായും തന്ത്രപരമായും ഒക്കെ നമ്മൾ കാണിച്ച ഉജ്ജ്വലമായൊരു മാതൃകയുടെ തിളക്കം കെടുത്തുന്നതാണ് ഈ വിജയ് ഷായുടെ നടപടി. ആ വിജയ് ഷാക്കെതിരായി കേസെടുത്തു എന്നത് രാജ്യത്തിന് വേണ്ടി ചെയ്ത ഏറ്റവും മഹത്തായ കാര്യമാണ്. അതിന്റെ പേരിൽ ഇദ്ദേഹത്തിന് പണിഷ്മെന്റ് കൊടുക്കുന്നത് ആർക്കാണ് പൊറുക്കാനാവുക? രാജ്യത്തിന് പൊറുക്കാനാവുമോ? കേന്ദ്ര ഗവൺമെന്റിന് പൊറുക്കാനാവുമോ? അപ്പോ അതാണ് സത്യത്തിൽ ഉജ്ജൽ ഭുയാൻ ഇന്നലെ. വിഷയം ഏതായാലും ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി എന്നത് നമ്മുടെ നാടിന്റെ ഒരു പ്രധാനം തന്നെയാണ്. വളരെ പ്രധാനം. ഇതൊക്കെ പറയുമ്പോഴും എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും ഇങ്ങനെ ദുർബലപ്പെട്ട് വരുമ്പോഴും ചെറിയൊരു പ്രതീക്ഷ തരുന്നതാണ്. അല്ല, അന്തിമമായി നമുക്കത് ചെറുതല്ല, വലിയ പ്രതീക്ഷയാണ്. അതിനെ തകർക്കാൻ തീർച്ചയായിട്ടും ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള പേരിനേക്കാളും പാകിസ്ഥാനെ മുറിവേൽപ്പിച്ചിരിക്കുക തീർച്ചയായിട്ടും സോഫിയ ഖുറേഷി, കമാൻഡർ സോഫിയ ഖുറേഷി എന്നുള്ള പേര് തന്നെ. ആ പേര് തീർച്ചയായിട്ടും വളരെ പ്രതീകാത്മകമായിട്ടുള്ള ഒരു പേര് കൂടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ പോലെ. തീർച്ചയായിട്ടും ആ ഇന്ത്യയുടെ ഹർഷപുളകമാണ് എന്നെന്നും ഏത് മതക്കാരനും അത് ഹർഷപുളകമാണ്. അതുകൊണ്ട് അവരുടെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു വിധി അല്ലെങ്കിൽ ഒരു വിമർശനം നടത്തിയ അതുൽ ശ്രീധരനും ഇന്ത്യയുടെ അഭിമാനം തന്നെയാണ്. അദ്ദേഹത്തിനുണ്ടാകുന്ന അന്യായമായ സ്ഥലം മാറ്റത്തിനെതിരെ ഇപ്പോൾ ശബ്ദിച്ച ഉജ്ജൽ ഭുയാനും തീർച്ചയായിട്ടും ഇന്ത്യൻ ജുഡീഷ്യറിയുടെ സിന്ദൂരമാണ്. ജസ്റ്റിസ് ഉജ്ജൽ ഭുയാനും ജസ്റ്റിസ് അതുൽ ശ്രീധരും യഥാർത്ഥത്തിൽ അവർ ജഡ്ജിമാരല്ല, അവർ ഇന്ത്യയുടെ വക്കാലത്ത് ഏറ്റെടുത്ത വക്കീലന്മാരാണ്. പ്രത്യേകിച്ച് ഈ ഖുറൈഷിക്ക്, എന്താണ്, സോഫിയ ഖുറൈഷിക്ക് വേണ്ടി വാദിക്കുന്ന, ലോകത്തിന് മുമ്പിൽ അവരുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന വക്കാലത്താണ് അവർ ഏറ്റെടുത്തത്. തീർച്ചയായിട്ടും അവർക്ക് വേണ്ടി ശബ്ദിക്കുകയും ബിഗ് സല്യൂട്ട് കൊടുക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.